അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കാണാനിടയായി. എന്നാൽ അതിലുപരി ഏറ്റവും വലിയ സന്തോഷകരമായിരുന്നു ആ ഒരു സംഭവം. സത്യം പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ അരീക്കോട് നടന്നൊരു സംഭവമായിരുന്നു. സാബിറ എന്ന് പറയുന്ന ഒരു സഹോദരി, 2 പിഞ്ചുമക്കൾ. ഈ 2 പിഞ്ചുമക്കളെയും ഈ സഹോദരിയെയും സ്വന്തം ഭർത്താവ് മുഹമ്മദ് ഷെരീഫ് എന്ന് പറയുന്ന ഈ ചങ്ങാതി ഒരു റമദാൻ മാസം അവസാന സമയം തൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ ഡ്രസ്സ് എടുക്കാനെന്ന് പറഞ്ഞ് പുറത്തു പോയിട്ട് അവർക്ക് ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തിട്ട് അതൊരു വേണ്ട രൂപത്തിൽ അളവോ കാര്യങ്ങളൊന്നും നോക്കാതെ 6000-ഓളം വരുന്ന രൂപയ്ക്ക് അവർക്ക് ഡ്രസ്സും എടുത്തു കൊടുത്തിട്ട് ഈ ഭാര്യയെയും ഈ മക്കളെയും ഒരു വെള്ളക്കെട്ടിലേക്ക് അവിടുന്ന് തള്ളിവിട്ട് കൊന്നൊരു സംഭവം. എന്നിട്ട് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ചെയ്തത് കർണാടകയിലേക്ക് മുങ്ങുകയാണ് ചെയ്തത്. എന്നിട്ട് അവിടെ പോയിട്ടോ അദ്ദേഹം സുഖമായിട്ട് ജീവിച്ചു, ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയതാണ്. എന്നിട്ട് അദ്ദേഹത്തെ ഈ അടുത്ത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കോലം കണ്ടാൽ തോന്നും എന്തൊരു വലിയ ആലിമാണ് എന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ മുസ്ലിം സമൂഹത്തിനിടയിൽ ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്നുണ്ട്. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. മുസ്ലിമീൻ്റെ പല വേഷധാരികളായ ആളുകളായി രംഗത്ത് വന്നിട്ട് ചില ആളുകൾ ഇന്ന് ഈ ഇസ്ലാമിനെ കളിയാക്കുകയാണ്, ചതിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഈ കോപ്രായം ചെയ്യുന്നത്? പരിശുദ്ധമായ ദീനിൻ്റെ ഷിയാറുകൾ ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചിട്ട് അത് മുഴുവനും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാതെ പുറമെ മാത്രം കാട്ടിക്കൂട്ടുന്ന ഒരു സിസ്റ്റമാക്കി മാറ്റി ഈ സമൂഹത്തെ മുഴുവനും ഇതുപോലെ വഞ്ചിക്കുകയാണ് ചില ആളുകൾ. പക്ഷേ ഇതുകൊണ്ട് പരിശുദ്ധ ദീനിനാണ് ഏറ്റവും വലിയ മോശത്തിന് വരുന്നത് എന്ന് ഈ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുന്നില്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, കണ്ടപ്പോൾ വളരെ സന്തോഷമാണ് തോന്നിയത്. അദ്ദേഹത്തെ ഒരു സമയത്ത് ഇവിടെ നിന്ന് ഷെരീഫ് എന്ന് പറയുന്ന ചങ്ങാതിയെ പിടിച്ചു, അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ആ ഒരു സംഭവം ഇന്നും നമ്മുടെ മനസ്സിനകത്ത് മാഞ്ഞിട്ടില്ല. പല ആളുകളും ഇന്ന് ആ ഒരു വാർത്ത കണ്ടപ്പോൾ അൽഹംദുലില്ലാ പറയുന്നത് കണ്ടു, അദ്ദേഹത്തെ പിടിച്ച് നന്നായി എന്ന് പറയുന്നത് കണ്ടു. എന്തുകൊണ്ടാണ്? അത് അദ്ദേഹത്തിനോടുള്ള അത്രയ്ക്കും വലിയ വെറുപ്പ് കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സ്വന്തം ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കൊന്നത് ഇൻഷൂറിൻ്റെ പേരിലാണെന്നാണ്, പണത്തിൻ്റെ പേരിലാണ്, ആർത്തിയുടെ പേരിലാണെന്നാണ്. ഇന്ന് പണത്തിന് വേണ്ടി സ്വന്തം ഉമ്മയെ, ബാപ്പയെ, മക്കളെ വരെ, കെട്ടിയ പെണ്ണിനെ വരെ കൊല്ലാൻ മടിക്കാത്ത ചില ആളുകളാണിന്ന് പണത്തിൻ്റെ പേരിൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിവാഹം ചെയ്തു കൊടുത്തപ്പോൾ അവരുടെ പിതാവ്, ആ സഹോദരിയുടെ പിതാവ് ഏകദേശം 75ഓളം വരുന്ന പവന് കൊടുത്തിട്ടുണ്ട് സ്വർണം അന്നത്തെ കാലത്ത്. എന്നിട്ട് ആ സഹോദരൻ അതിൽ 50 പവനവും എടുത്ത് തിന്നിട്ടുണ്ട്, അങ്ങനെ തന്നെ പറയാം. പക്ഷേ എന്നിട്ട് ഇതെല്ലാം തികയാഞ്ഞിട്ടും വീണ്ടും പണത്തിൻ്റെ ആർത്തി കൊണ്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ ആ സഹോദരിയും പിഞ്ചുമക്കളെയും കൊന്നൊടുക്കുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എങ്ങോട്ട് പോകുന്നു? ഈ മനുഷ്യരിത് എന്താകുന്നു? ആ കൊല്ലപ്പെട്ടവർക്ക് അറിയുന്നില്ല, റബ്ബെ ഞാൻ എന്തിനാണ് എൻ്റെ ഭർത്താവ് എന്നെ കൊന്നു കളഞ്ഞത് എന്ന്. ആ പെരുന്നാളിൻ്റെ ദിവസം നല്ല പുതുവസ്ത്രം ധരിച്ചിട്ട് ആ മക്കളും ആ ഭാര്യയും ആ ഉമ്മയും വളരെ സന്തോഷിക്കേണ്ട സമയത്ത് ആ പ്രിയപ്പെട്ട ഉമ്മ കിടക്കുന്നത് പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിലായിരുന്നു. അല്ലാഹു തആല സ്വർഗം കൊടുക്കട്ടെ. റമദാനിലാണല്ലോ, തൻ്റെ ജീവിതം അവസാനിച്ചു പോയതാണല്ലോ, തൻ്റെ ഭർത്താവ് കൊന്നു കളഞ്ഞതാണല്ലോ, അല്ലേ? ഒരു ഷഹീദിൻ്റെ പ്രതിഫലം വെള്ളക്കെട്ടിലേക്ക് തള്ളിയിട്ടിട്ടാണല്ലോ കൊന്നത്. ആഖിറത്തിലെ ചില ഷഹീദീങ്ങൾ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണപ്പെട്ടതിൻ്റെ ചില അടയാളങ്ങളുണ്ടല്ലോ. അള്ളാഹു തആല വലിയ പദവി അള്ളാഹു നാളെ പരലോകത്ത് അള്ളാഹു കൊടുക്കട്ടെ, ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ഇന്ന് സത്യം പറഞ്ഞാൽ ആ ഉമ്മയുടെയും ആ പിഞ്ചു മക്കളുടെയും ആ ഒരു ആത്മാവ് കണ്ടിന്ന് സന്തോഷിക്കുന്നുണ്ടാകും, അല്ലേ? സ്വന്തം പിതാവാണ് ഞങ്ങളെ കൊന്നത് എന്ന മക്കൾ റബ്ബിൻ്റെ മുമ്പിൽ നാളെ പറയുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, സ്വന്തം ഭർത്താവാണ് എന്നെ കൊന്നത് എന്ന ആ പ്രിയപ്പെട്ട സഹോദരി നാളെ റബ്ബിൻ്റെ മുമ്പിൽ പറയുന്ന അവസ്ഥ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് സ്നേഹം കൊടുത്ത് വാത്സല്യം കൊടുത്ത് വളർത്തേണ്ട പിതാവ് തന്നെ മക്കളെയും ഭാര്യയെയും കൊന്നൊടുക്കുന്നു. ഒരു പിതാവിനത് സാധിക്കുമോ? നിങ്ങൾ ആലോചിച്ചു. നമുക്ക് മക്കളില്ലേ, നമുക്ക് ഭാര്യയില്ലേ? ഈ ഭാര്യയുടെ ഒരു ദേഹത്ത് നമുക്ക് കൈവെക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ വാപ്പ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ വരുന്ന, ചിരിച്ചും കളിച്ചും വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആ മക്കൾ, അത് നമ്മുടെ കുസുമങ്ങളാണ്, വലിയ പുഞ്ചിരി നൽകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തലമുറകളെ തന്നതാണ്. ആ ഒരു പിഞ്ചു മക്കളുടെ ദേഹത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? എന്നിട്ട് ആളുകൾ ഒഴിയുന്നത് വരെ രാത്രി സമയത്ത് മുഴുവനും ഡ്രസ്സ് എടുത്തിട്ടും വീട്ടിൽ പോകാതെ ആളുകൾ മുഴുവനും ഒതുങ്ങിക്കിടക്കുന്ന സമയത്താണത്രേ ഒരുപാട് ചുറ്റിക്കറങ്ങിയ സഹോദരൻ ഈ സഹോദരിയും തൻ്റെ ഭാര്യയും മക്കളുമായിട്ട് വീട്ടിലേക്ക് വരുന്നത്. എന്നിട്ടാണ് ഒരു ദുർഘടമായ വഴികളിലൂടെ വന്നിട്ട് ഈ ഒരു സംഭവം തള്ളിവിടുന്നത്.
ടയർ എന്നിട്ട് അദ്ദേഹത്തിന് 2 കാറുണ്ട്, അതെടുത്തിട്ടില്ല. ഈ സ്കൂട്ടി എടുത്തിട്ട് അദ്ദേഹം അവസാനം ടയർ പൊട്ടിയതാണ്, പഞ്ചറായതാണെന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ടയറിൻ്റെ കാറ്റൊഴിച്ച് കുത്തി പൊട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അദ്ദേഹം ചെയ്ത് കൂട്ടിയത് എന്തിനാണ്? ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ, ആ ഒരു മനസ്ഥിതി അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്തിന്? പണമാണ് അവിടെ മുഖ്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. പണത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ആർക്കാണിത് സാധിക്കുക? ഒരു മനുഷ്യനത് ചെയ്യാൻ കഴിയുമോ? ഒരു നന്മയുള്ള ഹൃദയത്തിനകത്തൊരു നന്മയുള്ള മനുഷ്യന് ചെയ്യാൻ കഴിയുമോ? എന്നിട്ട് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരം എടുത്തിട്ട് അയൽപക്കത്തെ വീട്ടിലേക്ക് ഓടിച്ചെല്ലാണത്ര. എന്തിന്? എൻ്റെ കുട്ടിയെ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ട് അവസാന അന്വേഷണം എത്തപ്പെട്ടത് ഇദ്ദേഹത്തിലേക്ക് തന്നെയല്ലേ? ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊരു പ്രശ്നമല്ല, ഒന്നുമില്ല. പക്ഷേ അപകടത്തിൽപ്പെട്ട് ആ വെള്ളക്കെട്ടിൽ മുങ്ങി മരിക്കുന്നത് സ്വന്തം ഭാര്യയും മക്കളാണ്. എന്നിട്ടത് കണ്ടിട്ട് രസിക്കുകയാണ്, ഒരു രാക്ഷസനെ പോലെ നിന്ന് ചിരിക്കുകയാണ്. അതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ആ മനുഷ്യനെ നമ്മുടെ പോലീസ്, കേരള പോലീസ് പിടിച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തെ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. പല ആളുകൾ അതിനെ കമൻറ്റ് പറയാണ്, അദ്ദേഹത്തെ അതുപോലെ തന്നെ ആ വെള്ളക്കെട്ടിലങ്ങ് മുങ്ങി താഴ്ത്തണം അദ്ദേഹത്തെ ജീവനോടെ. ഇതുവരെ സുഖമായി ജീവിച്ചില്ലേ? എന്നിട്ട് ജുബ്ബയും താടിയും തൊപ്പിയൊക്കെ വെച്ച് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരാളായിട്ട് ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ മാറുകയാണ്. എന്തിന്? ഈ ദീനിൻ്റെ വേഷം ധരിച്ചിട്ട് ജനങ്ങളെയും സമൂഹത്തെയും പറ്റിക്കാൻ നമ്മൾ പാടില്ല. റബ്ബിനെ ചതിക്കുകയാണത്, റബ്ബിനെ കളിയാക്കലാണത്. എന്നിട്ട് ഇതുപോലത്തെ പച്ച ഹറാമ് ചെയ്യാം. എവിടേക്കോ പോയിട്ടുണ്ട്, കർണാടകയിൽ പോയിട്ട് ദീനീ പ്രവർത്തനം നടത്തുകയാണത്ര. എല്ലാവർക്കും വലിയ സംഭവമാണ്. എപ്പോഴും ഇസ്ലാമും എപ്പോഴും ദീനും പള്ളിയും മദ്രസയൊക്കെ പറഞ്ഞ് നടക്കുന്ന വ്യക്തിയാണത്ര ഇദ്ദേഹം. എന്നിട്ടാണ് ഈ ഒരു കോപ്രായം അദ്ദേഹം ചെയ്തു കൂട്ടുന്നത്. പക്ഷേ ഇതൊക്കെ സമൂഹം ചോദ്യം ചെയ്യപ്പെടും. റബ്ബിൻ്റെ മുമ്പിൽ ഇതിന് ഉത്തരം പറയേണ്ടി വരും. ഇവിടെ നിന്ന് ചിലപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും രക്ഷപ്പെടാൻ കഴിയും, ഇവിടെ നിന്ന് വേണമെങ്കിൽ എന്തും പറഞ്ഞ് നമുക്ക് ആരുടെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നമുക്കതിന് കഴിയില്ല. അത് നിങ്ങൾ ആരും മറക്കരുത്, നമ്മളാരും മറക്കരുത്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആ സഹോദരിക്കും മക്കൾക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളും ഇതുപോലത്തെ ഷർറുകളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഭാര്യയ്ക്കും നമ്മുടെ ഭർത്താവിനും നമ്മുടെ ബന്ധപ്പെട്ടവർക്കൊക്കെ അള്ളാഹു നല്ല ബോധം കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.